ഈ മോഷണ കുറ്റങ്ങളൊന്നും നടക്കരുത്. ഞങ്ങളുടെ കാര്യം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ആര് പറഞ്ഞു? 10 കുപ്പി വാറ്റിയാരായും 2 പതി കഞ്ചാവ് സൂക്ഷിച്ചാൽ ഞാൻ സുരേഷ് അകത്ത് കിടക്കുന്നേ. അങ്ങനല്ല, ഇങ്ങനെ കള്ളന്മാരാകല്ലേ എന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങളിപ്പം വീട്ടിൽ നിന്നില്ലേ വന്നേ? നിന്റെ പൈസ ഇരിപ്പുണ്ടോ? പൈസ ഇവിടെ കാണും. എന്റെ 500 രൂപ 500 രൂപയും കൊണ്ട് നടക്കും. എങ്ങനെ ഞങ്ങൾ അളിയന്റെ വാങ്ങിച്ചാ ജയിലിലോട്ട് വരുവാന്ന് പറഞ്ഞപ്പോ എനിക്ക് വണ്ടിക്കൂലി ജയിലിൽ ഇപ്പൊ ചെന്നാണ് പൈസ. ഒരു ഉദാഹരണം ഞാൻ പറയാം. പറ. ഈ 500 രൂപ ഇങ്ങനെ റോഡിൽ കിടക്കുന്നു. നീ അവിടെ നിന്ന് നടന്നു വരുന്നു, ഈ പൈസ നിനക്ക് കിട്ടുന്നു. അന്ന് നീ നടന്നു വന്നേ. അങ്ങനെ എടുത്തു ഉടനെ നിന്റെ പോക്കറ്റിൽ കയറ്റരുത്. പിന്നെ അടുത്ത് നിൽക്കുന്ന പോലീസുകാരൻ്റെ കൊടുക്കണം. അടുത്ത് നിൽക്കുന്ന പോലീസുകാരനാരാ? സാറാ. അപ്പൊ എന്റെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ അവകാശം വന്നില്ലെങ്കിൽ ഇതങ്ങ് എഴുതി തള്ളും. മനസ്സിലായി? ഇത് കൊള്ളാല്ല, കയ്യിലിരുന്ന പൈസ പോയല്ലോ സാറേ. തൊണ്ടയാണ്. എനിക്ക് ഇച്ചിരി വെള്ളം വേണം സാറേ. വെള്ളം ഞങ്ങളെ പോയി വെള്ളം എടുക്കട്ടെ? അത് വേണ്ട, ഇത് കാടാ മക്കളെ, കാടാ. ഈ എടുക്കാൻ സാറേ. സാറ് പോകണ്ട ഒറ്റയ്ക്ക്. ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന എനിക്കിവിടെ പേടിയൊന്നുമില്ല. ഞാൻ നല്ല കിടുകിടായി ഉറപ്പിച്ച അറിയാം. പേടിയൊന്നുമില്ല, എനിക്കൊരു പേടിയില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ മരിച്ചു പോയി ശിവനോട് ചോദിച്ചു നോക്ക്. എന്റെ ധൈര്യം അന്നേരം പറയാൻ പറ്റും. അന്നൊന്നും ചോദിക്കണോ? അല്ല, ശിവ മരിച്ചു പോയെന്നല്ലേ പറഞ്ഞു? അതുകൊണ്ടല്ലേ പോയി ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ പേടിയുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നെ പണി നോക്കണേ. ഞാൻ എങ്ങനെ ഈ ഫീൽഡിൽ വന്നതെന്ന് നിനക്കറിയാമോ? പരിപാടി കഥയാ. എന്റെ അപ്പൂപ്പനുണ്ടായിരുന്നു. പുള്ളിക്കാരന് ഭയങ്കര ഉടായ്പ കക്ഷിയാ. പുള്ളിക്കാരന് പഴുത്ത ഒരു കൈതച്ചക്ക വാങ്ങിച്ചിട്ട് ഗോൾഡൻ പെയിന്റ് പഠിച്ചിട്ട് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അത് കാക്ക കുത്തി അവിടെ ഇരുന്ന് അത് എടുത്തോണ്ട് പോയി അവിടെ അടുത്തൊരു വലിയൊരു പ്രമാണിയുണ്ട്, അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പറയാ, ഇത് ഫ്രാൻസിലെ രാജകുമാരിയുടെ കിരീടമാണ്. കാക്ക കൊത്തിയത് കണ്ടോണ്ട് പറയാ, ഉടനെ പറയാ, ഫ്രാൻസിന്ന് കാക്ക കൊത്തി ഞങ്ങളുടെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട. അങ്ങനെയല്ലേ? ഞാൻ പിന്നെ ആ ഒരു ഇതിങ്ങനെ കൊണ്ടുപോവാ. ഞങ്ങളുടെ അളിയൻ അങ്ങ് പേണങ്ങൾ എന്തോ കുശുമ്പ ഞാൻ ജയിലിലോട്ട് പോരുന്നതിന് ഭയങ്കര കുശുമ്പ. പുള്ളി ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാണിച്ച് കയറി വരാൻ പറഞ്ഞു. പണിക്ക് പോകണ്ടത് നല്ല ശമ്പളം ഇല്ലടാ. അല്ല, നമ്മള് ഞങ്ങളുടെ ചുറ്റപ്പനെ കൂടെ എത്ര ദിവസം കൊണ്ട് കിടന്ന് പറയാടാ, എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ബസ്സേ കയറി 2 പോക്കറ്റ് അടിക്കാൻ പറഞ്ഞപ്പോ അങ്ങാർക്ക് പേടി. ഇത് 2 കൂടെ പോവോ? എടാ, നിനക്ക് എങ്ങനെയാലും ജയിലിൽ വരണോ? പിന്നെ വരണമെങ്കിൽ നീ കഷ്ടപ്പെടണം. അതെ, ഞാൻ ഈ ഇഞ്ചൻ അഴിച്ചു മാറ്റിക്കൊണ്ടാ ഇന്ന് ഈ ഫീൽഡിൽ നിൽക്കുന്നത്. എന്തോ കിട്ടാനാ വീട്ടിൽ മരം പിടിച്ച് പണിയുണ്ടോ? പണിക്ക് പോകാനേ ഉള്ളൂ, വീട്ടിൽ നിന്ന് പണിക്ക് പോകാനേ ഉള്ളൂ. ഈ പോലീസുകാരുണ്ട് ഞാനൊരു മോളെ ഒന്നൊക്കെ കയ്യും കാലും വെച്ചെടുത്തത്. എന്തോ ആക്കി വെച്ചോടാ. കുടി പണി നടന്നോണ്ടിരിക്കുക സാറേ. വെള്ളം കഴിച്ചോ? ഇടച്ച വെള്ളം കൂടെ. സാറെ കാട്ടാനാ? ഞാനെന്താ കാട്ടാനാ? അല്ലാത്താണ് നീ എന്താ കാട്ടാനാ? നീ എന്ന് വിളിച്ചു? ഞാനിപ്പോ നീ വിളിച്ചു. നീ ഇപ്പൊ വിളിച്ച സാറിന് നീ എന്ന് വിളിച്ചത്? ഞാൻ അന്ന് വിളിച്ചതെന്ന്. അതായി പറഞ്ഞത് കാട്ടാനാ. വെടിവെക്ക് സാറേ. വെടിവെച്ചാൽ കൊന്നേര്. വെടിവെച്ച് കൊല്ലു സാറേ. പറയട്ടെ, ഒരു കൊമ്പ് സാറിനും ഒരു കൊമ്പ് അവനും. നിനക്ക് വേണ്ടേ? 3 കൊമ്പുണ്ടോ? അതില്ല. അപ്പൊ എനിക്ക് ആനവാലി മതി. മൃഗങ്ങളങ്ങനെ വെടിവെച്ച് ഒന്നുകൂടാ പോടാ. കേസ് വേറെ വേണം. അതൊന്നും കേസ് വെറുതെ സാറ് വെടിവെച്ച് കൊല്ലാതിനെ അല്ല നമ്മളെ ഒരു കാര്യം ചെയ്യാം. ആന ഓടിക്കാൻ വേണ്ടി ആകാശത്തേക്ക് വേണ്ടി വെടിവെക്കാം. മതി, എവിടെയാലും വെച്ചോ. ആകാശത്തേക്ക് വേണമെങ്കിൽ ഞാൻ വെടിവെക്കാം. തോക്കെ കണ്ടോ? മോനെ ആന പോയല്ലോ.